ഹായ് പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ കൂലോ റോഡ് എന്ന പ്രദേശത്താണ്. ഇവിടെ ഞാൻ വന്നിട്ടുള്ളത് സംഗീത അധ്യാപകൻ ഗായകൻ കൂടിയായ പുരുഷേട്ടനെ കാണുവാൻ വേണ്ടിയാണ്. പുരുഷേട്ടൻ്റെ വിശേഷങ്ങൾ നമുക്കറിയണം. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പുരുഷേട്ടനിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് പുരുഷോട് തന്നെ ചോദിക്കാം. പുരുഷേട്ടൻ ഈ സംഗീതം ചെറുപ്പം മുതൽ പഠിച്ചു തുടങ്ങിയതാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ? ഞാൻ ചെറുപ്പത്തിലെ നന്നായി പാടുമായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഏട്ടനുണ്ട്. ഏട്ടൻ നല്ല സപ്പോർട്ടാണ്. ഏട്ടൻ്റെ സപ്പോർട്ടിൽ ഞാൻ ആദ്യം എൻ്റെ ഗുരു വെള്ളിക്കുത്ത് വിഷ്ണുഭട്ടാണ്. വിഷ്ണുഭട്ടിൻ്റെ കീഴിലൊരു 6-7 വർഷം സംഗീതം അഭ്യസിച്ചു. പിന്നീട് തലശ്ശേരി ബാലമാഷത്തുനിന്ന് പിന്നെ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ലോവർ ആൻഡ് ഹയർ എക്സാം പാസ്സായി. പിന്നെ ഒരു വർഷം ചെർക്കള ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. കേരള കലാക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വർഷം ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അംഗീകാരങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നോ? അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 2013-14 ഒരു 3 ജില്ലാതലത്തിലൊരു ലളിതാന മത്സരത്തിൽ ഗോൾഡ് മെഡൽ വിന്നറായിരുന്നു. ഗോൾഡ് മെഡൽ. ആ വർഷം ഞാൻ ഈ സംഗീതം അഭ്യസിക്കാനുള്ള ഒരു പ്രേരണ എന്നിലുണ്ടായിരുന്നു. മെഡൽ കിട്ടിയതിന് ശേഷം അങ്ങനെയാണ് ഞാൻ വിഷ്ണുഭട്ടിൻ്റെ കൂടെ ആദ്യമായിട്ട് പോകുന്നത് തന്നെ. ഇപ്പോൾ പുരുഷേട്ടൻ എത്ര കുട്ടികൾക്കാണ് സംഗീത ക്ലാസ് എടുക്കുന്നുള്ളത്? എവിടെയാണ് ഇപ്പോൾ ചെയ്യുന്നത്? സംഗീത ക്ലാസ് എവിടെയാണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഏകദേശം ഒരു 10-60 കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. മുന്നേ പിന്നെ ഇരിയണ്ണി AKG ഗ്രന്ഥാലയത്തിൽ എടുത്തിരുന്നു. പിന്നെ ത്രയം കലാകേന്ദ്രം ചട്ടഞ്ചാല്. പിന്നീട് ഇപ്പോൾ പൂക്കുന്നത്ത് അമ്പലത്തിൽ കൊറോണയ്ക്ക് മുമ്പ് എടുത്തായിരുന്നു. ഇപ്പോൾ കൊറോണ കഴിഞ്ഞതിന് ശേഷം ക്ലാസ് തുറന്ന് പോകണത്രേ. അപ്പോൾ പുരുഷേട്ടൻ്റെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എങ്ങനെ ഫാമിലി, കുട്ടികൾ? ഫാമിലി ഒരു മകൻ, 10ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുകയാണ്. എൻ്റെ മകനും എൻ്റെ അമ്മയും ഞാനും കൂടെ ചെറിയൊരു കുടുംബമായിട്ട് ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു. വേണിച്ചേട്ടൻ പാടിയ ഒരു ദേവി ഭക്തിയാണ് പാടാം. രുദ്രാക്ഷശിലയിൽ ഐശ്വര്യലക്ഷ്മി നിൻ ക്ഷുദ്രങ്ങളൊക്കെയും മാറ്റുന്ന ഭദ്രനീ, നിദ്ര വിട്ടുണരുന്ന ഭ്രാമമുഹൂർത്തത്തിൽ നീ സർഗസംഗീത മൂകാംബിക. രുദ്രാക്ഷശിലയിൽ ഐശ്വര്യലക്ഷ്മി നിൻ. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കഥന കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട, കഥന കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കതിർമയിതമയന്തിനി.
കതിർമയിതമയന്തിനി കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. ഹിമഗിരി തനയേ ഏമലത്തെ ഹിമഗിരി തനയേ ഏമലത്തെ അംബ ഈശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ ഹേമലത്തെ അംബ ഈശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ ഹേമലത്തെ. രമാവാണിസം സേവിത സകലേ രമാവാണിസം സേവിത സകലേ രാജരാജേശ്വരി രാമ സഹോദരി സസനി നിന്നി പമഗ ഗമ ഗമ പനി മപ ഗമ പനി സസനി നിന്നി പമഗ ഗമ ഗമ പനി മപ ഗമ പനി സഗ സനി സനി പനി നി പമ ഗമ പമ നി പനി ഗ സമ സനി പനി സ മമ ഗ സനി നി ഗ സനി നി പ സനി നി പ മമ ഗമ പനി ഹിമഗിരി തനയേ ഹേമലത്തെ. അപ്പോൾ നമ്മൾ പുരുഷേട്ടൻ്റെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എനിക്കും എൻ്റെ ചാനലിനും വേണ്ടി പുരുഷേട്ടൻ്റെ വിലപ്പെട്ട സമയം കളഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.